പ്രിയപ്പെട്ട ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ പേഴ്സണലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മ കയ്യിൽ കുഞ്ഞുണ്ണീശോ, പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുണ്ണീശോയെ ഫൗസ്റ്റീനാമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഫൗസ്റ്റീനാമ്മ മേടിക്കുന്നു. ഇങ്ങനെ ഒരു ദർശനം കാണുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. 608, 609, 610 ഈ 3 പാരഗ്രാഫുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. 3 ലിഖിതങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഫൗസ്റ്റീനാമ്മ കയ്യിലിരിക്കുന്ന ഉണ്ണീശോട് ഇങ്ങനെ പറയാണ്, ഈശോയെ നീ ഒരു കുഞ്ഞുവാവയാണെങ്കിലും നീ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമാണെന്ന് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ വിശുദ്ധ കുർബാനയാണെന്ന് ചാപ്പല് വിശുദ്ധ കുർബാന നടക്കുന്നു. അപ്പോൾ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ദർശനം കാണുകയാണ്. അത്രയും നേരം അടുത്തുണ്ടായിരുന്ന കുഞ്ഞുണ്ണീശോയെ പിന്നെ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനയുടെ സമയത്ത് ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്. നിന്റെ കയ്യിലിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പം നിന്റെ ഉള്ളിലേക്ക് വന്നത്. നിന്റെ കയ്യിലിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പം നിന്റെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് വന്നത്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ വേദനകളോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പം നമ്മുടെ സന്തോഷങ്ങൾ പറയാനോ ഒക്കെ നമ്മളൊരു ചാപ്പലിൽ പോയിരിക്കുന്നു, നമ്മളൊരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്നു. ശരിക്കും ഫൗസ്റ്റീനാമ്മയ്ക്കൊക്കെ ഉണ്ടായ പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്നത് കണ്ണടച്ചിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ കണ്ണ് തുറക്കാണ് ആരാധന നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചോണം. വിശുദ്ധ കുർബാനയൊക്കെ ഒരു അശ്രദ്ധ പോലും ഉണ്ടാവാതെ വേറെ ഒന്നും ചിന്തിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങൾ വരെ മറന്നു കളഞ്ഞ് ഒറ്റ കാര്യം ഈശോയെ കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ആത്മാവിൽ ഒരു പവർ കയറും, വലിയൊരു ശക്തി കയറും. കാരണം നമ്മൾ ഈശോയെ തന്നെ കാണുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി വരുവാണ് ഓരോ വിശുദ്ധ കുർബാനയുടെ സമയത്തും.